ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി. ഖുലാസത്തുൽ ഹിസാബ് ക്ലാസ് 22. നാം കസ്റുകളുടെ ഹരണം, ഭിന്നസംഖ്യയുടെ ഹരണമാണ് പറഞ്ഞത്. അതിൽ 3 നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇനി ബാക്കി 5 8 രൂപത്തിലാണുള്ളത്. അതിൽ 5 പറയാനുണ്ട്. അപ്പോൾ കിതാബിനോട് പറഞ്ഞത് 2, 3, 7 പറഞ്ഞു. ബാക്കിയുള്ളത് 5 പറയാം. അപ്പൊ അതിനായിട്ട് ഒന്നാമത്തത് പൂർവ്വസംഖ്യയെ ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കലാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഒരു ഭാഗത്ത് സ്പെഷ്യലുള്ളെങ്കിൽ ആ ഉള്ള മഹറിൽ 2നെയും ഗുണിക്കുക എന്നാണ്. അപ്പൊ ആദ്യം മക്സൂമിനെ 4 ഗുണിച്ചാൽ എത്രയാണ്? 5 4 5 × 4 20. ഇനി മക്സൂം അലഹിനെ എന്തിനു ഗുണിക്കണം? 4 ഗുണിക്കണം. അപ്പോൾ 3/4 ഗുണിക്കണം 4. അതിനെന്താ ചെയ്യേണ്ടത്? ഗുണിക്കണം. ഇവിടെ 3 4 12. 12നെ 4 കൊണ്ട് ഇരിക്കും. അപ്പോൾ 3 കിട്ടും. അതാണ് ഇതിനാരണം. അങ്ങനല്ല, സൂറത്തിനെ എന്താ സഹിയിൽ ഗുണിക്കുക, അങ്ങനെ മഹ്റജ് കൊണ്ടായിരിക്കാന്നല്ലേ. 3 4 12. 12നെ 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന എത്രയാണ്? 3 കിട്ടും. അപ്പോ എന്ത് ചെയ്യണം? 20നെ ഈ മക്സൂമിന്റെ ഹാസ്യലബിൽ എന്നെ ഹാസ്യലാണ്ട് ഹരിക്കണം. 20നെ ഹരിക്കണം 3. ഉത്തരം 3. 6 3 18 അല്ലേ? 6 3 18. സിസ്റ്റം 2. അപ്പൊ ഉത്തരം എത്രയാണ്? 6 3/2 2/3 2/3 എന്നാണ് ഉത്തരം. പിന്നെ എത്രാമത്താണ്? 2 3 പറഞ്ഞു കിതാബ് പറഞ്ഞു. നാലാമത്തെ എന്താണെന്ന് വെച്ചാല് 5 ആയിരിക്കണം 4. നാലാമത്തെ ഉദാഹരണം എന്താണ് ഈ പറയുന്നത്? 4 2 ഹരിക്കണം 5 അല്ലേ? അപ്പൊ 4 2നെ 5 കൊണ്ട് ഹരിക്കാം. അതായത് സഹി കൊണ്ട് കസറിന് ഹരിക്കാം. 5 കൊണ്ട് ഹരിക്കാം. അപ്പൊ അത് ഇതുപോലെ ചെയ്യാനുള്ളതാണ്. ഇതുപോലെ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 4 ഗുണിക്കുക. ഏതിനെ? മക്സൂമിനെ 4 ഗുണിക്കുക. മക്സൂം എത്രയാണ്? 2/4. 4 2 ഗുണിക്കണം മഹ്റജ് ഏതാ? 2 അല്ലേ? 4 ഗുണിക്കുക. അപ്പൊ ഉത്തരം എത്ര കിട്ടുക? ഇങ്ങനെ ഗുണിക്കൽ എങ്ങനെ വെച്ചാല് 4 2 8. 8 4 കൊണ്ട് ഹരിക്കുക. 4 കൊണ്ട് ഹരിച്ച എത്ര? 2 തന്നെ. അത് ഉത്തരമുണ്ട്. ഇനി 5നെ 4 ഗുണിക്കുക. 5 × 4. 5 4 എത്രയാണ്? 20. അപ്പൊ ഉത്തരം എത്രയാണ്? ഇപ്പൊ പിന്നെ നമുക്ക് മക്സൂമിനെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. ലിസ്പ് ചെയ്യാം. മക്സൂമിന്റെ ആൻസര് 2 അല്ലേ? മക്സൂമല്ലേ? അപ്പൊ 20 2. ഉത്തരം എത്രയാണ്? 20 2. ഉത്തരതാണ് 20 2 തന്നെ. നമുക്ക് എന്താക്കാം? ചുരുക്കിയാണ്ട് 10 1 ആക്കാം. ചെറുതാക്കിയാലേ 10 1 ആക്കാം. അതാ ഉത്തരം. പിന്നെ അപ്പൊ നമുക്ക് ഇനിയിപ്പോ അഞ്ചാമത്തെ എന്താ വെച്ചാല് കസറിനെ സഹിയുമാൽ കസർ കൊണ്ടായിരിക്കുക. അതാണ് അഞ്ചാമത്തെ ഉദാഹരണം. എന്താ? കസർ ഏതാ? 2 1/3 അല്ലേ? 2 1/3 കസർ. അതുകൊണ്ടാണ് അതിനെ ഹരിക്കേണ്ടത്. അത് സഹിയുമാൽ കസറാണ്. അതിന് 4 2 2/4 ഇങ്ങനെ ഹരിക്കല്. ഇതിന്റെ മഖ്റജ് മുസ്തറക്ക് എടുക്കണം. മഖ്റജ് മുസ്തറക്ക് എത്ര? 3 4 12. 12 2 ഹരിക്കുക. ഗുണിക്കുക. 12 കൊണ്ട് ഗുണിക്കുക. അപ്പോ പിന്നെ 4 2നെ 12 കൊണ്ട് ഹരിച്ചാൽ 4 2 ഗുണിക്കണം 12. 12 2 എത്ര? 24 ഉണ്ട്. 24 4 കൊണ്ട് ഹരിച്ചാല് 6 കിട്ടും. 6 കിട്ടും അല്ലേ? അപ്പൊ 6 ഉത്തരമാണ്. ഇതിന്റെ ഉത്തരമാണ്. പിന്നെ
ഈ രണ്ടേകാല് ഗുണിക്കണം 2 സുലുസ് 2 സുലുസ് ഗുണിക്കണം 3 എത്ര കിട്ട മുജന്നസ് ആക്കുക തജ്രീസ് 2 3 6 6 1 7 7നെ 12 ഗുണിക്കണം 7നെ 12 ഗുണിക്കാം 12 ഉണ്ടല്ലേ നമ്മള് 3 12 12 എത്ര 12 ഇത് 7 കിട്ടും 7 ഗുണിക്കണം 12 12 എത്രയാണ് വരിക 83 12 84 കിട്ടും 84 12 84 84 ഇവിടെ കിട്ടിയത് 6 അപ്പോ 84 വീണ്ടും എന്താണ് ഇരിക്കണം 3 കൊണ്ട് ഇരിക്കണ്ടേ നമ്മൾ ഇത് എന്താണ് മുജന്നസിനെ ഗുണിച്ചതാണ് മുജന്നസ് ഗുണിച്ചിട്ട് ബാക്കി വാങ്ങിയ ഹസലിനെ മഹ്റജ് കൊണ്ട് അരിക്കണം അപ്പൊ അരിക്കണം 3 84 3 കൊണ്ട് വെച്ചാൽ എത്ര കിട്ടാ 84 3 കൊണ്ട് വെച്ചാൽ 28 കിട്ടും 84 ഹരിക്കണം 3 3 2 3 6 14 6 24 നോക്കില്ലേ 2 3 6 ഇതിൽ എത്ര ബാക്കിയുണ്ട് 2 അല്ലേ 2 ബാക്കിയുണ്ട് 24 എത്ര 3 ഉണ്ട് 8 3 അല്ലേ 8 3 24 ഉത്തരം 28 അപ്പൊ 28ൽ 6 തരും ഉത്തരം എത്രയാണ് 28ൽ 6 സംഖ്യ എത്രയാണ് 6ാമത്തെ സംഖ്യ 2 1/3 ആയിരിക്കണം അല്ലേ 2 സുലുസ് അങ്ങനെ ആയിരിക്കേണ്ടത് 4 സുലുസ് ഉണ്ട് 2 റുബ് അല്ലേ 2 റുബിനെ 4 സുലുസ് കൊണ്ട് ഹരിക്കണം 4 സുലുസ് 4 1/3 കൊണ്ട് 2 1/4 ഹരിക്കണം അതിനെന്താ ചെയ്യേണ്ടത് മഖ്റജ് മുഷ്തറക്കിൽ മഖ്സൂമിനെയും മഖ്സൂം അലൈഹിനെയും അതെ മഖ്റജ് മുഷ്തറക്കിൽ ഗുണിക്കണം മഖ്റജ് മുഷ്തറക്ക് എത്രയാണ് ഇവിടെ 3 4 12 അപ്പൊ 12ൽ ഏതിനെ ഗുണിക്കണം മഖ്സൂമിനെ 2 1/4 ഗുണിക്കണം 12 അപ്പൊ നമ്മള് ഏതാണ് സഹീഹ് മർകസിനെ സഹീഹ് ഗുണിക്കലാണിത് അപ്പൊ എന്താ ചെയ്യേണ്ടത് സഹീഹ് പിന്നെ എന്താണ് മുജന്നസ് ആക്കിയിട്ട് മുജന്നസിനെ സഹീൽ മുജന്നസ് കൊണ്ട് സഹീനെ ഗുണിച്ചിട്ട് മഖ്റജ് കൊണ്ട് ഹരിക്കണം അപ്പോ തജ്നീസ് ആക്കുക തജ്നീസ് ആക്കുമ്പോൾ എത്രയാണ് 2 4 8 8 1 9 ഗുണിക്കണം 12 9 12 എത്ര 108 9 12 108 എന്നിട്ട് അതിനെ എന്തുകൊണ്ടായിരിക്കണം 4 കൊണ്ടായിരിക്കണം 4 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടാ 108 ഹരിക്കണം 4 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും 2 4 8 ബാക്കി 2 സിസ്റ്റം 28 28ല് എത്ര 4 ഉണ്ട് 7 4 28 അല്ലേ 4 28 അല്ലേ 5 6 7 28 അപ്പത്തെ കിട്ടി ഉത്തരം എത്ര ഉത്തരം 27 അപ്പൊ 27 കിട്ടി പിന്നെ ഇനി നമുക്ക് ഏതാണ് ഇരിക്കേണ്ടത് ഏതാ പിന്നെ 4 പിന്നെ 4 സുലുസ് 4 സുലുസിനെ 12ൽ ഗുണിക്കണം എത്ര 4 സുലുസ് ഗുണിക്കണം 12 അതുപോലെ തന്നെ തജ്നീസ് ആക്കുക 4 3 12 13 13 ഗുണിക്കണം 12 അപ്പൊ ശേഷം മാറ്റി എത്ര ഉണ്ടാവും 12
156. 156 എന്തുകൊണ്ടായിരിക്കണം? 156 എത്ര? 156 എത്ര മഹർജോണ്ടായിരിക്കണ്ടേ? മഹറജ് ഏതാ? 3 കൊണ്ടായിരിക്കാം. 156 3 കൊണ്ട് വെച്ചാൽ എത്ര? 15 എത്ര ഉണ്ട്? 5 156 അല്ലേ? 5 3 15 ഇല്ലേ? പിന്നെ ഇതില് 52 ഉത്തരം. അപ്പൊ ഇതിന് ഉത്തരം 52. മക്സൂം അലൈ 52, പിന്നെ മക്സൂമിന്റെ ആസില് 27. അപ്പൊ എന്ത് ചെയ്യണം? നിസ്ബ ചെയ്യണം. അപ്പൊ 27 എത്രയാണ്? 52 27. 52 27 എന്നാണ് ഉത്തരം. വേദനയച്ചാല് തന്നെയാണെന്ന് കാണുന്നുണ്ട്. ഇല്ല. 52 27 അതിന്റെ ഉത്തരം 2 റുബുവിനെ 2 കാലിനെ എന്തുകൊണ്ട് അരിച്ചാല് 4 സുലുസ് കൊണ്ട് അരിച്ചാൽ. അപ്പൊ 52 27 എന്ന് പറഞ്ഞാൽ ശരിക്ക് 26 എത്ര? 26 52 അല്ലേ? അപ്പൊ 52 പൗതി 26. അപ്പൊ നിസ്ഫ് പിന്നെ ഒക്കെ എത്ര? ഒന്നുണ്ടാവില്ലേ? അപ്പൊ നിസ്ഫും 52 1. അതേ കാരണം ഉത്തരം നിസ്ഫ് 52 പൗതി 52 1. അതാണ് നമുക്ക് ഇങ്ങനെ ആലോചിച്ചാലും അറിയല്ലോ. 2 കാലിന്റെ എത്ര എന്താ ചോദിച്ചാൽ അതിന്റെ പൗതിയാണ് ഇതാ അതിനർത്ഥം. പൗതിയും. പിന്നെ അടുത്ത ഏതാ? 8ാമത്തെ അല്ലെങ്കിൽ 8ാമത്തെ സംഖ്യ പറയും. 7 നമ്മുടെ കിതാബിലുള്ളതാണ്. 2ഉം 3ഉം 7ഉം കിതാബില് നമ്മൾ പറഞ്ഞതാണ്. ഇനി 8ാമത്തെ ആയിട്ടുണ്ട്. 8ാമത്തെ സംഖ്യ പറഞ്ഞാല് 8ാമത്തെ തക്സീം 2 സുലുസ്. 2 സുലുസ് ആയിരിക്കണം. സലാത്ത് അസ്ബാർ 3/7. അപ്പൊ 2 സുലുസ്. 2 സുലുസിനാണ് ഹരിക്കേണ്ടത്. എത്ര കൊണ്ട്? 3/7. 7 3 കൊണ്ട് ഹരിക്കാം. അവിടെ എന്ത് ചെയ്യണം? 2ന് മഖ്റജ് മുസ്തറഖ് എടുക്കുക അല്ലെ? മഖ്റജ് മുസ്തറഖ് എത്രയാണ്? 7 3 21 മഖ്റജ് മുസ്തറഖ്. ആ മഖ്റജ് മുസ്തറഖ് 2 ഗുണിക്കണം. അപ്പൊ നമ്മൾ ഇതിനെ 2 മക്സൂമിനെ ഗുണിക്കുക. 2 സുലുസ് ഗുണിക്കണം 21. ഉത്തരം എന്ത് ചെയ്യട്ടെ? മുജന്നസ് ആക്കല്ലേ? 2 3 6 1 7. 7 ഗുണിക്കണം 21. 21 എത്ര? 147. 21 147 അല്ലേ? 147 കിട്ടി. ഇനി മക്സൂമ അലഹി ഇതിനെ എന്തുകൊണ്ട് ഗുണിക്കും? 21 ഗുണിക്കണം. അതിനെ 3/7 ഗുണിക്കണം 21. അപ്പൊ എന്ത് ചെയ്യണം? സൂറത്തിനെ ഗുണിക്കുക. 21 3 എത്രയാ? സൂറത്തിന് ഗുണിക്കല്ല, എന്നിട്ട് കൊണ്ടായിരിക്കല്ലാണ്ട് സൂറത്ത് 3 21 63. 63 21 63. 63നെ ഏതുകൊണ്ടിരിക്കണം? മഹ്റജ് കൊണ്ടിരിക്കണം. 63 ഏതുകൊണ്ടരിച്ച എത്ര ഉണ്ടാവും? 9 7 63. 9 63. അപ്പൊ എന്തായി? മക്സൂമിന്റെ പിന്നെ മക്സൂം അലഹിന്റെ ഉത്തരം 9ഉം പിന്നെ മക്സൂമ അലഹിന്റെ 147 അല്ലേ? 147 കൊണ്ട് 3 കൊണ്ട് അരിച്ചില്ലേ? എവിടെ 3 കൊണ്ട് അരിച്ചൂടെ? 147 ആയിരിക്കണം. അതപ്പോഴേ പൂർത്തിയാവുള്ളൂ. 147 ഹരിക്കണം 3 എത്ര ഉണ്ട്? 4 3 12. സിസ്റ്റം 2 27 എത്ര 3 ഉണ്ട്? 9 3. അപ്പൊ എത്ര ഇവിടെ? 49. അപ്പൊ ഏതിന്റെ? ഈ മക്സൂമിന്റെ ആസില് 49. മക്സൂം അലഹിന്റെ ആസില് എത്ര? 9. എന്താ 9? അപ്പൊ എന്ത് ചെയ്യണം? ഹരിക്കണം. 49 എന്തുകൊണ്ട് ഹരിക്കാം? 9 കൊണ്ട് ഹരിക്കാം. 49 9 വെച്ച് എത്രയാണ്? എത്ര 9 49? 5 9 എത്ര? 9.
5 9 45. 5 9 45 സിസ്റ്റം 4. അപ്പൊ അത്ര ഉത്തരം 5 5 4/9. ശരിയല്ലേ? 5 4/9 ആണ് അതിന്റെ ഉത്തരം. 2 സുലുസിനെ ഏതുകൊണ്ട് അരിച്ചാല് 3/5 കൊണ്ട് അരിച്ചാൽ കിട്ടാൻ എത്രയാണ്? പിന്നെ 5 4/9 എന്ന് കിട്ടും. ശരിയല്ലേ? 5 പ്രാവശ്യം ഉണ്ട്. പിന്നെ 1ന്റെ 9 4 പ്രാവശ്യം ഇതുണ്ട്. ഈ സലാത്ത് അർബാൽ 2 സുലുസിലുണ്ട് എന്നർത്ഥം. ഇതാണ് ഇപ്പൊ 8 ഹരണത്തിന്റെയും രൂപം. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തത് ഗുജറാത്ത്.